നമ്മളിപ്പോൾ നിൽക്കുന്നത് നവദ്വീപിലെ ജാനു ദ്വീപിലാണ്. ജാനു മഹർഷിയുടെ പേരിലാണ് ഈ ദ്വീപ് അറിയപ്പെടുന്നത്. അതിൻ്റെ ഒരു ചരിത്രമുണ്ട്. പണ്ട് ഭഗീരഥൻ ഗംഗാദേവിയെ സ്വർഗീയ ലോകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ഗംഗാനദി പുറകിലായിട്ടും ഗംഗാദേവി പുറകിലായിട്ടും ഭഗീരഥൻ മുന്നിലായിട്ടും നടക്കുകയായിരുന്നു. അങ്ങനെ ഭഗീരഥൻ ഈ പ്രദേശത്തു കൂടി വന്നു. ഇവിടെ ജാനു മഹർഷിയുടെ ആശ്രമം ഉണ്ടായിരുന്നു. അപ്പോൾ ഭഗീരഥൻ മുന്നിലായി നടന്നു. ഗംഗാദേവി പുറകിൽ ഒഴുകി വന്ന സമയത്ത് ജാനു മഹർഷിയുടെ കയ്യിലിരുന്ന ആചാനപാത്രം ആ ഗംഗാനദിയിൽ ഒഴുകിപ്പോയി. അപ്പോൾ ജാനു മഹർഷി കണ്ണു തുറന്ന് നോക്കിയ സമയത്ത് ആചമനപാത്രം കാണുന്നില്ല, ഗംഗാനദിയിൽ ഒഴുകിപ്പോയി. ഇതിൽ കുറച്ച് ദേഷ്യം വന്ന ജാനു മഹർഷി ആ ഗംഗാ നദിയെ തന്നെ കുടിച്ചു പറ്റിച്ചു. അത്രയ്ക്കും ശക്തരായിട്ടുള്ള മഹർഷിമാരായിരുന്നു അന്നത്തെ കാലത്തുണ്ടായിരുന്നത്. ജാനു മഹർഷി ഗംഗാദേവിയെ കുടിച്ച് ഉള്ളിലാക്കി വെച്ചു. ഭഗീരഥൻ മുന്നിൽ നിന്ന് കുറച്ച് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയ സമയത്ത് പുറകിൽ ഗംഗാനദിയെ കാണുന്നില്ല. കുറച്ച് പുറകോട്ട് പോയി ജാനു മഹർഷിയോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹം ഗംഗാനദിയെ കുടിച്ചു പറ്റിച്ചു. അപ്പോൾ ഭഗീരഥൻ വളരെയധികം പ്രയത്നം ചെയ്ത് ഒരുപാട് തപസ് ചെയ്തതിന് ശേഷമാണ് ഗംഗാനദി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ജാനു മഹർഷി വീണ്ടും സംപ്രീതനാക്കിയതിന് ശേഷമാണ് ഗംഗാനദിയെ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിയത്. അപ്പോൾ ആ പ്രദേശമാണ് ഇവിടെ മുന്നേ ജാനു മഹർഷിയുടെ ആശ്രമമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് ജാനു ദ്വീപ് എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ഇവിടെ വലിയ പുണ്യ കേന്ദ്രമാണ്. അതുകൊണ്ട് വലിയ പുണ്യാത്മാക്കളൊക്കെ ഇവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഭീഷ്മദേവൻ ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹം ഗംഗാദേവിയുടെ തന്നെ പുത്രനാണ്. ഭീഷ്മദേവൻ ഇവിടെ സന്ദർശിച്ചു. അതേപോലെ ഭഗവാന്റെ സഹോദരനായിട്ടുള്ള ബലരാമനും ഉദ്ധവനും ഇവിടെ വന്ന സമയത്ത് അവർക്ക് ഗൗരംഗ മഹാപ്രഭുവിൻ്റെ ദർശനം കിട്ടിയിട്ടുള്ള സ്ഥലമാണ് ഈ ജാനു ദ്വീപ്. ഇവിടെ എല്ലാ ഭക്തന്മാരും ഒത്തുകൂടിയിട്ടുണ്ട്. ഹരേ കൃഷ്ണ.